ഇന്ന് നമുക്ക് ചിക്കൻ ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ബണ്ണ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 കപ്പ് ചെറിയ ചൂടുള്ള പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും 1 മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് കുഴയ്ക്കാനായിട്ട് ഈ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന 1 കപ്പ് പാലും ഈ മുട്ടയും ഒക്കെ മതി. ഇനി അഥവാ ഇതിലേക്ക് വെള്ളം വേണ്ടി വന്നാൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ സൈസ് ആകുന്നത് വരെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് വേവിച്ച് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ 2 സവാള കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി 1 കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളി എല്ലിയും അരിഞ്ഞതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ചൂടുവെള്ളം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ പീസസ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 6 കഷ്ണങ്ങളായിട്ടാണിത് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് വലിയ ബണ്ണായിരിക്കും നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പം. ഇത് ചെറുത് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് 6ന് പകരം കുറച്ച് എണ്ണം കൂട്ടിയിട്ട് 9, 10 അല്ലെങ്കിൽ 12 ഒക്കെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിതിലേക്ക് ഫില്ലിങ്ങും കൂടെ വെച്ചെടുക്കുമ്പോഴേക്കും ഇത് കുറച്ച് വലുതായിരിക്കും. ഇതുപോലെ ഓരോ പീസും എടുത്ത് ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മളിത് എപ്പോഴും ബോൾസ് ആക്കി എടുത്ത് മാറ്റി വയ്ക്കുമ്പം അതൊരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ടൊക്കെ ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഇത് നമുക്ക് ഓരോ ബോൾസും എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ നിന്ന് മടക്കി ചെറുതായിട്ടൊന്ന് മടക്കി എല്ലാ സൈഡും ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി എടുക്കുക. എന്നിട്ട് നമുക്കത് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം. നമ്മുടെ ബണ്ണിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. തയ്യാറാക്കിയ ഓരോ ബണ്ണും നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ട്രേയിലേക്ക്
ഓയിൽ പുരട്ടിയിട്ട് അതിലേക്ക് എടുത്ത് വയ്ക്കാം. അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നടുക്ക് ഫില്ലിങ് വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ ഉള്ളിലേക്കൊന്ന് മടക്കി എടുത്തിട്ട് നമുക്കിത് ബണ്ണിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ബണ്ണെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് നമുക്ക് പരട്ടി കൊടുക്കാം. നമ്മളിത് ബേക്ക് ചെയ്യുമ്പം അതിൻ്റെ പുറമേ നല്ലൊരു ബ്രൗൺ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ എഗ് വാഷ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം സിസ്മി സീഡ്സും കൂടെ ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 to 40 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അല്പം ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ടൊരു വെറ്റ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ചിക്കൻ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.